കിണാശ്ശേരി തോട്ടുപാലത്ത് വീട് കുത്തിത്തുറന്ന് 30 പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ച കേസിൽ 3 പേർ പോലീസിന്റെ പിടിയിലായി. ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പെരുവമ്പ ചെമ്മണങ്കാട് 30-കാരൻ ഗണേശൻ, പൊള്ളാച്ചി പുറവിപ്പാളയം ഭദ്രകാളിയമ്മൻ കോവിൽ വീഥിയിൽ 25-കാരൻ ഭാരതി കണ്ണൻ, തിരുപ്പൂർ പെരുമാനല്ലൂർ ടി ലക്ഷ്മി ഗാർഡനിൽ 23-കാരൻ ഭാസ്കർ എന്നിവരാണ് പിടിയിലായത്. ചിത്രകൂടം വീട്ടിൽ കോമളൻകുട്ടിയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിലാണ് അറസ്റ്റ്. കോമളൻകുട്ടിയും ഭാര്യ കൃഷ്ണകുമാരിയും മംഗലാപുരത്തുള്ള മകളുടെ വീട്ടിലേക്ക് ഡിസംബർ 6-ന് പോയിരുന്നു. വീട്ടിലെ പൂച്ചെടികൾ നനയ്ക്കാൻ കോമളൻകുട്ടിയുടെ ബന്ധുവായ പുതുപ്പരിയാരം സ്വദേശി ഗോപിനാഥ് ഇടവിട്ട ദിവസങ്ങളിൽ വീട്ടിലെത്തിയിരുന്നു. ഡിസംബർ 11-ന് വൈകിട്ട് 5-ന് ഗോപിനാഥ് എത്തിയപ്പോൾ വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് പൊട്ടിയ നിലയിൽ കണ്ടു. വീട്ടിൽ മോഷണം നടന്നതായി മനസ്സിലാക്കിയതിനെ തുടർന്ന് പാലക്കാട് സൗത്ത് പോലീസിനെ വിവരമറിയിച്ചു. സൗത്ത് പോലീസ് തുടക്കത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും പുതുനഗരം പോലീസ് സ്റ്റേഷൻ പരിധിയാണെന്ന് മനസ്സിലാക്കുകയും അവിടുത്തെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്തു. ഗോപിനാഥ് 8-ാം തീയതിയും വീട്ടിൽ വരികയും ചെടികൾക്ക് വെള്ളമൊഴിക്കുകയും ചെയ്തതായി അറിയിച്ചിരുന്നു. വീടിന്റെ മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലെ അലമാരയ്ക്കുള്ളിലുള്ള സൂട്ട് കേസിൽ സൂക്ഷിച്ചിരുന്ന 6 സെറ്റ് കമ്മൽ, 4 സ്വർണ്ണമാല, 4 സ്വർണ്ണ നാണയം, 4 വള, 1 കൈമാല, 4 മൂക്കൂത്തി എന്നിവയാണ് നഷ്ടപ്പെട്ടത്. തുടർന്ന് രവികുമാർ, സുനി എന്നിവരുടെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയുണ്ടായി. പി ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള സയന്റിഫിക് സംഘവും ഡോഗ് സ്ക്വാഡിലെ ഹെയർലി എന്ന നായയെ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്ന അകത്തു കടന്ന മോഷ്ടാക്കൾ അലമാരയും കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളും വിരലടയാളങ്ങളും ശേഖരിച്ചുള്ള തെളിവുകളാണ് പ്രതികളിലേക്ക് എത്തിച്ചതെന്ന് പുതുനഗരം പോലീസ് പറഞ്ഞു. പിടിയിലായ പെരുവമ്പ് സ്വദേശി ഗണേശൻ അറിയിച്ചതനുസരിച്ചാണ് തമിഴ്നാട് സ്വദേശികൾ കൃത്യം നടത്താനെത്തിയത്. മോഷണം നടത്താൻ മൂവരും സ്കൂട്ടറിലെത്തുന്ന ദൃശ്യങ്ങൾ അന്വേഷണത്തിൽ നിർണായകമായി. ചിറ്റൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം പുതുനഗരം ഇൻസ്പെക്ടർ S. രജീഷ്, SI K. ശിവദാസ്, M. വിജയകുമാർ, M. മോഹൻദാസ്, സജു എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. നിലവിലെ അന്വേഷണത്തിൽ നമുക്ക് കൂടുതൽ ചോദ്യം ചെയ്യണം. നിലവിലെ അന്വേഷണത്തിൽ അവർ വേറെ കേസൊന്നും നമ്മളോട് കൺഫസ് ചെയ്തിട്ടില്ല. ഇല്ലല്ലോ അല്ലേ? അതിലെ 1-ാം പ്രതിയായിട്ടുള്ള ഗണേശന്റെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണം നമ്മളെല്ലാം റിക്കവർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ 3 പ്രതികളും വിവിധ സ്ഥലങ്ങളിൽ സ്വർണ്ണം പണയം വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ വിവിധ സ്ഥലങ്ങളിലുണ്ട്. അവർ വീട്ടിൽ പോയി അറസ്റ്റ് അവനിൽ നിന്ന് കിട്ടിയ വിവരത്തെ അടിസ്ഥാനത്തിൻ്റെ മറ്റ് 2 പ്രതികളെ ഈ സ്ക്വാഡ് അംഗങ്ങൾ 2 ടീമായി പോയിട്ട് ഓരോരുത്തരെ പിടിച്ചു കൊടുത്ത് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ട് ചോദ്യം ചെയ്തിട്ടാണ് അവർ നമ്മൾ ഈ തെളിവെല്ലാം ശേഖരിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.